എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 25 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തേത് നാളെയാണ് വിതരണം. ഒരാഴ്ച മുമ്പ് തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുക പ്രഖ്യാപിക്കുകയും വിതരണ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 1050 കോടി രൂപയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. തുക വിതരണം നാളെ വൈകുന്നേരത്തോടെ ഉണ്ടാകും. നാളെ ഒരു 3 മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ആളുകൾക്ക് 5 മണി ആ ഒരു സമയത്തായിരിക്കും ലഭിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. വിതരണ ദിവസങ്ങളിലെല്ലാം അങ്ങനെയാണ്. നാളെ ലഭിക്കാത്ത ആളുകൾക്ക് തുറന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 24.46 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. അവർക്കെല്ലാം നാളെ വൈകുന്നേരത്തോടു കൂടി തുക എത്തി തുടങ്ങുന്നതാണ്. തുക കിട്ടിക്കഴിഞ്ഞാൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. കയ്യിൽ വിതരണം 2 ദിവസത്തെ താമസം ഉണ്ടാകും. 27-ാം തീയതി വെള്ളിയാഴ്ചയോടുകൂടി കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ട്രഷറി മുഖാന്തരം പണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തേണ്ട താമസം ഉണ്ട്. അപ്പോൾ ആ ഒരു സാങ്കേതികമായിട്ടുള്ള താമസം മാത്രമാണ് അതിനുണ്ടാകുക. പിന്നെ കേന്ദ്രവിഹിതം ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവുണ്ടാകും. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും സംസ്ഥാന സർക്കാരിന് നേരിട്ട് അത് വിതരണം ചെയ്യാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ച വരെയുള്ള താമസം അതിനും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ഇതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് കമന്റ് ആയിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. സംസ്ഥാന IT മിഷൻ മുഖേന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്വയം ഒരു തൊഴിൽ തുടങ്ങുക അല്ലെങ്കിൽ സ്വയം ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹം ഉള്ള 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷിക്കേണ്ട യോഗ്യത +2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും വേണം. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. www.akshaya.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. മാർച്ച് 9-ാം തീയതി വരെ ഇതിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള തിരക്കും അതിലുള്ള വരുമാനമൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ സ്വയം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്വയം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും +2 വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല, പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് 0471 232 211 എന്ന നമ്പറിലോ 0471 232 212 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തപാൽ വകുപ്പ് മുഖേന ചെറിയ തുകക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു വ്യക്തിക്ക് വെറും 1399 രൂപ മുടക്കിക്കൊണ്ട് ഒരു വർഷത്തേക്ക് പ്രീമിയം എടുക്കാവുന്നതാണ്. 2.5 ലക്ഷം രൂപയാണ് പരിരക്ഷ ലഭിക്കുക. ഇതിലേക്ക് 899 രൂപ ഒരു ടോപ്പ് അപ്പ് പ്ലാൻ കൂടി ചെയ്യുകയാണ് എങ്കിൽ 2 ലക്ഷം രൂപ കൂടി അധികം ലഭിക്കും. അങ്ങനെ 20 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവാണ് ലഭിക്കുന്നത്. ഇത് ആക്സിഡന്റ് ഇൻഷുറൻസ് അല്ല, എല്ലാ അസുഖങ്ങൾക്കും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് തപാൽ വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു വ്യക്തിക്കാണ് 1399 രൂപയ്ക്ക് ചേരാൻ കഴിയുക. ഭാര്യയും ഭർത്താവുമുള്ള അല്ലെങ്കിൽ 2 അംഗങ്ങളുള്ള കുടുംബത്തിന് 2499 രൂപയും, ഒരു കുട്ടിയെ കൂടി ചേർത്ത് 3 അംഗങ്ങളുടെ കുടുംബത്തിന് 2999 രൂപയും, 2 കുട്ടികൾ അടങ്ങുന്ന 4 അംഗ കുടുംബത്തിന് 3499 രൂപ അടച്ചും പദ്ധതിയിൽ ചേരാവുന്നതാണ്. കുട്ടികളുടെ പ്രായം 21 വയസ്സിൽ കൂടാൻ പാടില്ല എന്ന നിബന്ധന കൂടിയുണ്ട്. അപ്പൊ അടിസ്ഥാന കവറേജ് ആണ് 2.5 ലക്ഷം രൂപ. അതിന് പുറമെ ഒരു വ്യക്തിയുടെ പ്ലാനിൽ 899 രൂപ അധികമായിട്ട് ചേർക്കുകയാണ് എങ്കിൽ 20 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്നതാണ്. പിന്നെ പ്രായപരിധിയുണ്ട്. 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് തപാൽ ഓഫീസിന്റെ നമ്പറായിട്ടുള്ള 0495 238 0690 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാനപ്പെട്ട അറിയിപ്പ്, മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരത്തിനുള്ള അപേക്ഷ ഇപ്പോൾ തുടരുകയാണ്. കേരളത്തിലെ 13 സർവകലാശാലകളിൽ
അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ നിന്നും 2023-24 അധ്യയന വർഷത്തിൽ ഡിഗ്രി വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ള, അത് 3 വർഷമുള്ള ഡിഗ്രി ആയാലും 4 വർഷമുള്ള ഡിഗ്രി ആയാലും 5 വർഷമുള്ള ഡിഗ്രി ആയാലും ഇത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുള്ള 75% മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, യുവക്കൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 പേർക്ക് ഓരോ ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം അല്ലെങ്കിൽ CM സ്കോളർഷിപ്പ് ലഭിക്കുക. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. www.pratibhapuраskaram.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അർഹതയുള്ളവർ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീടിന് 5 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പലിശയില്ലാതെ 5 ലക്ഷം രൂപ ലോണാണ് ലഭിക്കുക. 10 വർഷമാണ് തിരിച്ചടവ് കാലാവധി. കേരള മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ ചേരുകയും മുടങ്ങാതെ 2 വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുള്ള 25 മുതൽ 50 വയസ്സിന് ഇടയിലുള്ള ആളുകൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷകർക്ക് കുറഞ്ഞത് 3 സെന്റ് സ്ഥലമെങ്കിലും വേണം. www.kmt.board.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. 88 23 07 05 77 എന്ന നമ്പറിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.